കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞാൻ ഡിസംബർ തുടക്കത്തിലൊക്കെ ആയിട്ട് കേരളത്തിൽ പോയിരുന്നു. ആ സമയത്ത് നമ്മളിപ്പോൾ മുൻകാലങ്ങളിലുള്ള സുഹൃത്തുക്കളുമായിട്ട് സന്ധ്യാസമയത്ത് സംസാരിച്ചിരിക്കുന്ന വേളയിൽ അവിടെ നടന്ന കുറച്ച് രാഷ്ട്രീയ ചർച്ചകൾ. അപ്പോൾ വന്നവരിൽ കുറച്ച് ആൾക്കാർ ഇടതുപക്ഷ ചിന്താഗതിക്കാരും കുറച്ച് വ്യക്തികൾ ഈ വലതുപക്ഷ UDF കോൺഗ്രസ്സുകാരുമാണ് വന്നിരിക്കുന്നത്. പരമ്പരാഗതമായിട്ട് UDF പരമ്പരാഗതമായിട്ട് LDF ഇവർ അല്പനേരം അങ്ങനെ സന്ധ്യാസമയത്ത് സംസാരിക്കുന്നതിൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളായി. ഒരു കൂട്ടർ പറയുന്ന ആന്റണി ഏറ്റവും 34-ാം വയസ്സിൽ അവിടെ മുഖ്യമന്ത്രിയായി, വിമോചന സമരം അവിടെ തൊട്ട് കത്തോലിക്കൻ തൊട്ട് കോൺഗ്രസ് തൊട്ട് അവരുടെ പാരമ്പര്യമൊക്കെ എടുത്ത് അലക്കണ്. ഇപ്പുറത്തിരുന്നിട്ട് EMS നമ്പൂതിരിപ്പാട് 1957 കൊണ്ടുവന്ന ഭരണമന്ത്രിസഭ, ഭൂപരിഷ്കരണ നിയമം, ഇടതുപക്ഷ ചിന്താഗതി, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ എന്നൊക്കെ പറഞ്ഞ് ഘോരം പ്രസംഗമാണ്. അപ്പൊ ഈ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ, പലതരം ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഞാൻ അവരോട് ചോദിച്ചു, ഭൂരിഭാഗം കത്തോലിക്കരായിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അടുത്ത തലമുറ, വളർന്നു വരുന്ന അടുത്ത 10 കൊല്ലത്തിന് ശേഷമുള്ള കേരളം, അവിടെ നിങ്ങളുടെ വിഭാഗം എന്ന് പറയുന്നത് 10-15 വർഷത്തിനുള്ളിൽ ആകെ 7 ലക്ഷം പിള്ളേരാണ് അടുത്ത തലമുറയിൽ വളർന്നു വരുന്നത്. ഞാനൊരു ഒരേ പ്രായപ്പെട്ട അടുത്ത തലമുറേനെ പറ്റിയാണ് സംസാരിക്കുന്നത്. മൊത്തം കത്തോലിക്ക സഭയല്ല. 7 ലക്ഷം മാത്രമേ ഉള്ളൂ. വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികൾ 7 ലക്ഷമേ ഉള്ളൂ കത്തോലിക്കര് എന്ന വിഭാഗത്തിൽ. ഇനിയിപ്പോൾ ഹിന്ദുക്കളിൽ നിന്ന് എല്ലാ വിഭാഗം, നായരും ഈഴവനും പട്ടികജാതിയും എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ടുവന്നാലും 29-30 ലക്ഷം ഉള്ളൂ 10 കൊല്ലത്തിന് ശേഷം വളർന്നു വരുന്ന ആ സമയത്തെ ഒരു തലമുറയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇസ്ലാമിൽ വളർന്നു വരുന്നത്, അതേസമയം അവരിൽ വളർന്നു വരുന്ന കൊച്ചു കുട്ടികൾ ആ 10 വർഷം കഴിയുമ്പോൾ വോട്ട് ചെയ്യാവുന്ന രീതിയിലുള്ളത് 38 ലക്ഷമാണ്. അപ്പൊ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി ഒരുമിച്ച് നിന്നാൽ കൂടി അവരുടെ അടുത്തെത്തില്ല. അങ്ങനെ വരുമ്പോൾ അവരൊരു സ്വാധീനം, വലിയൊരു രാഷ്ട്രീയ സ്വാധീനവും കേരളത്തിലുള്ള ഇസ്ലാമിക വിഭാഗത്തിന്റെ സ്വാധീനത്തെ പറ്റിയും ഞാൻ അവരോട് ചെറിയൊരു സാധാരണ രീതിയിൽ ഈ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ നടക്കുന്ന സമയത്ത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കില്ല. അവര് പറയുന്ന കാര്യം ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആരെന്ത് പറഞ്ഞു, മറ്റുള്ളവര് അതിലേക്ക് എന്ത് പറഞ്ഞു എന്നുള്ളത് അവിടെ വിഷയമല്ല. പക്ഷെ അവർ ജയിച്ചോ, അവരുടെ ഭാഗം, കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ് ജയിച്ചോ, തെറ്റാണെങ്കിൽ ഞങ്ങൾ ജയിച്ചോ, ഇടതുപക്ഷമാണെങ്കിൽ അങ്ങനെ. അപ്പൊ ഞാൻ ഈ കണക്കുകൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോ ഇവര് നോക്കുമ്പോൾ, ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്, അവരവിടെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. കണക്ക് കറക്റ്റാ, ശരിയാണ്. കുറച്ച് നാളും കൂടി ഉള്ളൂ ഈ കത്തോലിക്ക സഭ അവിടെ 7 ലക്ഷം വളർന്നു വരുന്നുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 20-30 കൊല്ലം മുമ്പ് 10-25% ഈ കേരള ക്രിസ്ത്യാനികള്. ഇസ്ലാം വെറും 18-20% ഉണ്ടായിരുന്നുള്ളൂ. ഇതിന്റെ കൂടുതലുണ്ടായിരുന്ന തന്നെയുമല്ല. ഞാൻ 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ പ്രതിപാദിക്കുന്നത് കേട്ടോ. ഇപ്പോഴും ഒരു 70% ആയിരിക്കും ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി കൂട്ടിക്കഴിഞ്ഞാല്. 10-15 കൊല്ലം കഴിയുമ്പോ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടി കൂടിയാൽ പോലും അവർക്ക് ഇസ്ലാമിക വിഭാഗത്തിന്റെ അടുത്തെത്താൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ അവർ ഭൂരിപക്ഷം ആവുകയും അത് ഭരണതലത്തിൽ, ഇപ്പൊ തന്നെ അവർ ഭരണതലത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് അവർ പാർട്ടി, മുസ്ലിം ലീഗ് അപ്പുറത്ത്, SDPI ഇപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞ് നിന്നാൽ കൂടി ഒരു പ്രദേശത്തിന്റെ ഭരണം നേതൃത്വം ഏറ്റെടുക്കേണ്ടത് വരുമ്പോൾ അവർ ഒറ്റക്കെട്ടാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇത് ശരിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ഈ കേട്ട് സംസാരിച്ച് വാദപ്രതിവാദം നടത്തുന്ന ആൾക്കാർക്ക് ഒരു മറുപടിയില്ല. അവര് നിശബ്ദരായി. ശരിക്കും അവരിതേവരെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഈ കേട്ടിരിക്കുന്നവര് ഡോക്ടർമാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, പാറമട ഈ ക്വാറിയൊക്കെ നടത്തുന്ന ബിസിനസ്സുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ ഇന്നത്തെ കേരളത്തില് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കണക്കുകൾ, വ്യക്തമായ കണക്ക് പറഞ്ഞാല് നിങ്ങൾ വർഗീയവാദിയായി, വിദ്വേഷ പ്രസംഗകനായി. പക്ഷെ ഞാൻ സത്യം വിളിച്ചു പറയാൻ തീരുമാനമെടുക്കുക. അപ്രിയ സത്യങ്ങളാണെങ്കിൽ കൂടി അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ ഇന്ന് വളവളാന്ന് മറ്റേ ലേലം സിനിമയില് സോമൻ പറയുന്ന മാതിരി വളവളാന്നുള്ള കുപ്പായിട്ട് ബെൻസുകാറിൽ പോകുന്ന മതമേലധ്യക്ഷന്മാർക്കൊക്കെ പണിയില്ലാണ്ടാവും. കുറെ ആൾക്കാര്, കുറെ കാര്യങ്ങൾ. കാരണം ഈ ഒരു ഇതിലേക്ക് കത്തോലിക്ക സഭ ഇത്ര സ്വാധീനമുള്ള
കത്തോലിക്ക സഭ വന്ന് ചാടിയതിന് കാരണം എന്ന് പറയുന്നത് കുട്ടികൾ വിദേശത്തേക്ക് വിട്ടുപോവുക. അവരെ പുനരധിവസിപ്പിക്കാൻ സഭയ്ക്കും സാധിച്ചില്ല. സഭ മുൻകാലങ്ങളിൽ ഈ ഇവരോട് പറഞ്ഞു കൊടുത്തിരുന്നു, അവരുടെ അജഗണങ്ങൾ, അതായത് മുമ്പുള്ള വൈദികരും ഈ പറഞ്ഞ പുരോഹിതര്, ക്രൈസ്തവ പുരോഹിതര്, കത്തോലിക്ക വിഭാഗത്തിലെ പുരോഹിതരൊക്കെ പറഞ്ഞു കൊടുക്കും, നീ പോയി നഴ്സിംഗ് പഠിക്കടി, അല്ലെങ്കിൽ നീ പോയി മല കയറുന്ന കുരിശ് കൃഷി എന്നൊക്കെ പറയില്ലേ. അതുകൊണ്ടാണ് എൻ്റെ നാട്ടുകാരൻ ചാലക്കുടിക്കാരൻ കലാഭവൻ മണി പറഞ്ഞത്, കാശുള്ളവൻ കത്തോലിക്ക, അല്ലാത്തവന് തൊലിക്കുക. പക്ഷെ ഇപ്പൊ ഇനി തിരിച്ചു വരുമ്പോ കത്തോലിക്കനും തൊലിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പറഞ്ഞേ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാശുള്ളവൻ കത്തോലിക്ക, അല്ലാത്തവൻ തൊലിക്കുക എന്ന് കലാഭവൻ മണി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ ഒരു ചെറിയ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വന്നതാണ്. അദ്ദേഹത്തിന്റെ മതവിഭാഗത്തിന്റെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെ പേരിലാണ് അദ്ദേഹം അങ്ങനെ. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നം കത്തോലിക്ക സഭയിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം കത്തോലിക്ക സഭ തുല്യതയിൽ, അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗം, കത്തോലിക്ക സഭയിലും ചെറിയ തോതിലൊക്കെ അവർ വർഗവും ജാതിയും മാർഗം കൂടിയവരൊക്കെ കാണിക്കൂട്ടാ. അത് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. ശക്തമായ ജാതി വ്യവസ്ഥ ചിന്താഗതി കത്തോലിക്കർ പല നല്ല കത്തോലിക്ക കുടുംബങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. അത് വേറെ വായിച്ചു. അപ്പൊ മണി പറഞ്ഞ മാതിരി കാശുള്ളവൻ കത്തോലിക്ക, അല്ലാത്തവന് തൊലിക്കാം എന്നുള്ളൊരു സ്ഥിതിയാണ് മുമ്പ് ഉണ്ടായിരുന്നത്. ഇനിയിപ്പോ വെട്ടിപ്പിടിച്ച മലയും കുരിശ് കൃഷി നടത്തിയതൊക്കെ വല്ലവരും കൊണ്ടുപോകും. ദീപിക പത്രം മുതൽ അടിച്ചുകൊണ്ടുപോയവരാണ് ഇത് വിൽക്കാനായിട്ട് ഇത് വിറ്റെങ്ങനെ കാശുണ്ടാക്കാമെന്നാണ് മതമേലധ്യക്ഷന്മാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ 4 കാശുണ്ടാക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി. അപ്പൊ കേരളത്തിന്റെ പൊതുവായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷം ഇതാണ്. അടുത്ത 10 വർഷത്തില് പകുതിയേക്കാളും കൂടുതൽ ഇസ്ലാമിക ജനസംഖ്യ, പകുതിയേക്കാളും ഈ തലമുറ വളർന്നു വരുമ്പോൾ 10-15 കൊല്ലത്തിനുള്ളിൽ ഇസ്ലാമിക സമൂഹവും ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടിയാൽ പോലും അവരുടെ അടുത്തെത്താവുന്ന സ്ഥിതിയിലല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിന് നമ്മൾ മരുന്നുണ്ടോ, പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്ത തലമുറയെ സൃഷ്ടിക്കാം. കർത്താവ് പറഞ്ഞ മാതിരി ഞാൻ വന്നത് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുന്നതിനും അത് സമൃദ്ധമായി ഉണ്ടാകുന്നതിനും വേണ്ടിയാണെന്ന് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ അത് സമൃദ്ധമായി ഇനി 10 കൊല്ലത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ്. കത്തോലിക്ക സഭ തന്നെയല്ല, ഹൈന്ദവ സമൂഹം, നല്ല NSS നായന്മാരുണ്ട്, മേനന്മാരും പിന്നെ ഈഴവരും, ഇവരൊക്കെ ചിന്തിക്കേണ്ട ഒരു ഇതാണ്. കാരണം കേരളം അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരും, കീഴടങ്ങി കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ ഘോരം നിന്ന് വാദ പ്രതിരോധം നടത്തിയ വലിയവന്മാരോട് ഞാൻ പറഞ്ഞത്, കീഴടങ്ങി കൊടുത്ത് അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്കുള്ള ഏക മാർഗം.